വചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വചനവർഷത്തിൻ്റെ ഭാഗമായി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന ബൈബിൾ പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ എപ്പിസോഡുകളിൽ നമ്മൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എന്ന നിലയിൽ അറിയപ്പെടുന്ന പൗളീൻ കോർപ്പസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പുതിയ നിയമത്തിലെ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ നടത്തുന്നത്. ആമുഖമായി പൗലോസ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ചും ഈ ലേഖനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും നമ്മൾ പഠിച്ചതിന് ശേഷം ഓരോ പുസ്തകങ്ങളിലേക്കും നമ്മൾ കടന്നു ചെല്ലുന്നതാണ്. ഈ ആമുഖ ക്ലാസ്സുകളിൽ പൗലോസിൻ്റെ ജീവിതം, പൗലോസ്ലീഹായുടെ പ്രേക്ഷിത ശുശ്രൂഷ, പൗലോസ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന ലേഖനങ്ങൾ, അവയുടെ സവിശേഷതകൾ, പൗലോസ്ലീഹായുടേതാ എന്ന് അറിയപ്പെടുന്ന ഈ കത്തുകളുടെ യഥാർത്ഥ രചയിതാവ് അല്ലെങ്കിൽ രചയിതാക്കൾ, പൗലോസ്ലീഹായുടെ ഈ ഗ്രന്ഥങ്ങൾ ലേഖനങ്ങളാണോ കത്തുകളാണോ എന്നുള്ള സംശയത്തിനുള്ള മറുപടി, വിശുദ്ധ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളുടെ വിഭജനം, കത്തുകൾ അല്ലെങ്കിൽ ലേഖനങ്ങൾ എന്ന പുരാതന കാലത്ത് നിലനിന്നിരുന്നതായ ആ സാഹിത്യ രചനയുടെ ഘടകങ്ങൾ, പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിലെ ദൈവശാസ്ത്രം, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധ പൗലോസിൻ്റെയും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളുടെ അല്ലെങ്കിൽ കത്തുകളുടെയും പ്രസക്തി എന്നിവ നമ്മൾ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉദ്ധിതനായ ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് വിശുദ്ധ പൗലോസ്ലീഹ. യേശുവിൻ്റെ ഉത്ഥാനവും അവിടുത്തെ ജീവിതത്തിലേക്കും പ്രവൃത്തികളിലേക്കും വ്യക്തിത്വത്തിലേക്കും ആഴ്ന്നിറങ്ങി ഒരു ക്രിസ്ത്യാനിയാകുക, ഒരു ക്രിസ്തു ശിഷ്യനാകുക എന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കി യേശുവിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച ശ്ലീഹായ്ക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിഞ്ഞു. ഗലാത്യർക്കിത് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, 2-ാം അധ്യായം 20-ാം വാക്യം, ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. പൗലോസ്ലീഹായുടെ പ്രാധാന്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആദ്യ നൂറ്റാണ്ടിൽ സഭയെ യഹൂദ വലയത്തിൽ നിന്ന് വിജാതിയരുടെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ പൗലോസ്ലീഹ അത്യധ്വാനം ചെയ്തു. അതുകൊണ്ടാണല്ലോ പൗലോസ്ലീഹായെ വിജാതിയരുടെ അപ്പസ്തോലൻ എന്ന് പറയുന്നത്. ഈ മാറ്റം സഭാചരിത്രത്തിലും സഭയുടെ വളർച്ചയിലും നിർണായ ഘടകമാകുന്നു എന്ന് നമ്മൾക്കറിയാം. എല്ലാ ജനതകളെയും നിങ്ങൾ സുവിശേഷം അറിയിക്കുവിൻ, ലോകത്തിൻ്റെ അതിർത്തികളോളം നിങ്ങൾ പോകുവിൻ എന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നതായി നാം വായിക്കുന്നു. ഇത് ഒരു വെല്ലുവിളിയായി സ്വീകരിച്ചു എന്നുള്ളതാണ് പൗലോസ്ലീഹായുടെ പ്രത്യേകത. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി എല്ലാവർക്കും ഉള്ളതാണ് എന്ന ഈ ഉൾക്കാഴ്ച ലഭിച്ച പൗലോസ്ലീഹ സഭയ്ക്ക് സാർവത്രികമായ ഒരു മാനം നൽകുകയും വിജാതിയർക്കും യഹൂദർക്കും എല്ലാവർക്കും സുഗ്രഹവും സ്വീകാര്യവുമാക്കി സുവിശേഷം നൽകുകയും ചെയ്തു. സഭയുടെ ഊടും പാവും നെയ്ത പൗലോസ്ലീഹ യേശുവിൻ്റെ ജീവിതം, മരണവും ഉത്ഥാനവുമാകുന്ന വെളിച്ചത്തിൽ ഏവർക്കും വ്യാഖ്യാനിച്ചു നൽകുന്നതിനും അതിലൂടെ ക്രൈസ്തവ ധാർമ്മികത വളർത്തിയെടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. പൗലോസ്ലീഹയുടെ ജീവിത പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ സൂചിപ്പിക്കുന്നത് പോലെ കിലിക്കിയയിലെ താർസൂസ് എന്ന സ്ഥലത്ത് നിന്നുള്ള ഒരു യഹൂദനായിരുന്നു പൗലോസ്ലീഹ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 21-ാം അധ്യായം 39-ാം വാക്യം. വിശുദ്ധ പൗലോസ്ലീഹയെ ഏഷ്യ മൈനറിലെ വലിയ ഒരു ഉപദ്വീപും ഇന്നത്തെ തുർക്കിയുടെ ഭാഗവുമാണ് ഈ താർസൂസ്.
BC 722 അസീറിയക്കാരും BC 587 ബാബിലോണിയക്കാരും പലസ്തീന ആക്രമിച്ച് കീഴടക്കി. അക്കാലഘട്ടങ്ങളിൽ യഹൂദരിൽ കുറേ പേർ മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് പ്രധാന പട്ടണങ്ങളിലേക്ക് കുടിയേറുകയും പലസ്തീനയ്ക്ക് പുറമെ രൂപം കൊണ്ട യഹൂദ കോളനികളെ ദിയാസ്പോറ എന്നും വിളിക്കപ്പെട്ടു. അങ്ങനെ കുടിയേറ്റം ചെയ്ത കോളനിയിൽ ആണ് പൗലോസ്ലീഹ ജനിച്ചത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹായ്ക്ക് ഒരേ സമയം യഹൂദ പാരമ്പര്യവും വിജാതീയ പാരമ്പര്യവും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കഴിയുന്നത്. BC 63 പലസ്തീനായും പ്രാന്തപ്രദേശങ്ങളെല്ലാം റോമൻ ഭരണത്തിന് കീഴിൽ ആയി. വിജാതീയരുടെ നാടായ താർസൂസിൽ ജനിച്ച പൗലോസ്ലീഹ റോമൻ പൗരൻ ആയിരുന്നതിനാൽ ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഒരു ഹെബ്രായൻ എന്നതിന് അപ്പുറം ബെഞ്ചമിൻ ഗോത്രക്കാരനായ പൗലോസ്ലീഹ ഈ റോമൻ പൗരത്വം നൽകുന്നതായ എല്ലാവിധമായ അധികാരങ്ങളും അവകാശങ്ങളും അനുഭവിച്ചു പോകുന്നു. ജെറുസലേം നഗരത്തിൽ ഗമാലിയേലിൻ്റെ പാദങ്ങളിലിരുന്ന് വചനം പഠിക്കുകയും നിയമം പഠിക്കുകയും ഒരു ഫരീസയനായി വളരുകയും ചെയ്ത പൗലോസ്ലീഹ യഹൂദ സംസ്കാരത്തിൻ്റെ അന്തസത്ത ഉയർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. ജന്മദേശമായ കിലിക്കിയയിലെ താർസൂസിൽ നിന്ന് പൗലോസ്ലീഹായ്ക്ക് അനേകരുടെ സ്വപ്നമായ റോമൻ പൗരത്വം ലഭിച്ചു. എന്നാൽ ജെറുസലേമിലായിരുന്നു പൗലോസിൻ്റെ ആത്മാവും ബുദ്ധിശക്തിയുടെ മാതൃസ്ഥാനവും നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആസ്ഥാനവും ജെറുസലേമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കേന്ദ്രീകൃതമായത് യഹൂദ മത പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു. പൗലോസിൻ്റെ ഈ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിക്കുന്നത് സുപ്രസിദ്ധമായ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെ നമ്മൾ വായിക്കുന്നതായ ദമാസ്കസ് അനുഭവമാണ്. സാവൂളിൻ്റെ ദമാസ്കസ് അനുഭവത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 3 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തേത് രചയിതാവായ ലൂക്കോസ് തന്നെ തൻ്റെ വാക്കുകളിലൂടെ വിവരിക്കുന്നു. 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. മറ്റ് 2 വിവരണങ്ങൾ പൗലോസിൻ്റെ പ്രസംഗങ്ങളുടെ പശ്ചാത്തലത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വിവരിക്കുന്നവയാണ്. 22-ാം അധ്യായം 3 മുതൽ 21 വരെയുള്ള വാക്യങ്ങളും 26-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളും. അതുപോലെ പൗലോസിൻ്റെ കത്തുകളിൽ നമ്മൾക്ക് തൻ്റെ ദമാസ്കസ് അനുഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാനസാന്തരത്തെക്കുറിച്ച് പൗലോസ് തന്നെ വിവരിക്കുന്നുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും, അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും, കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 8 മുതൽ 44-45 വാക്യങ്ങളിലും നമ്മൾ ഇവ കാണുന്നുണ്ട്. പ്രായോഗികമായി എല്ലാ വിവരണങ്ങളിലും ഈ അനുഭവത്തിൻ്റെ അതിസ്വാഭാവികവും അപ്രതീക്ഷിതവുമായ സ്വഭാവം ഊന്നിപ്പറയുന്നുണ്ട്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലാണെങ്കിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണെങ്കിലും ഈ സംഭവം സാവൂളിൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു വഴിത്തിരിവായി, എങ്ങനെ സാവൂൾ പൗലോസായി, എങ്ങനെ സാവൂളിൻ്റെ ജീവിതത്തിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ അവൻ തിരിച്ചറിഞ്ഞു, കണ്ടെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ദമാസ്കസ് അനുഭവത്തെക്കുറിച്ചുള്ള ആ ഒരു പഠനം നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, പീഡകൻ സുവിശേഷത്തിനു വേണ്ടി പീഡിതനാകുന്നു. 2, ഇത് ഒരു മാനസാന്തരം മാത്രമല്ല, മറിച്ച് ഒരു വിളി അല്ലെങ്കിൽ കർത്താവ് പൗലോസ്ലീഹായ്ക്ക് കൊടുക്കുന്ന ദൗത്യം ആയി മാറുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഫരീസയനായ പൗലോസ് അല്ലെങ്കിൽ സാവൂൾ സഭയെ പീഡിപ്പിക്കുന്നതിൽ ഉൾപ്പെട്ടിരുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം വാക്കുകളിൽ നിന്നും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 9-ാം വാക്യം, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 9-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ, 22-ാം അധ്യായം 4-5 വാക്യങ്ങൾ, 26-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചവൻ, കുരിശിൽ നിന്ന് എല്ലാവരെയും ആട്ടിയകറ്റിയവൻ, ക്രിസ്ത്യാനിയായി കുരിശിൻ ചുവട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായി
നമ്മൾ ഈ ദമാസ്കസ് അനുഭവത്തിൻ്റെ പരിണിത ഫലമായി കാണാൻ കഴിയുന്നതാണ്. ക്രൂശിതനെ പ്രതി പീഡനങ്ങൾക്ക് തന്നെ തന്നെ ഏൽപ്പിച്ച് കൊടുക്കുവാനും പൗലോസ് ഈ അനുഭവത്തിന് ശേഷം തയ്യാറായി എന്നതും പ്രസ്താവ അർഹ്യമാണ്. ചുരുക്കത്തിൽ സുവിശേഷത്തിൻ്റെ ശത്രുവായി തീർന്നവൻ അതിൻ്റെ വക്താവായി തീരുന്നു. ഈ പുതിയ ജീവിത വീക്ഷണത്തിൻ്റെ അടിസ്ഥാനം ദമാസ്കസിലേക്കുള്ള യാത്രയിൽ സംഭവിച്ച അപ്രതീക്ഷിത ക്രിസ്തു അനുഭവമാണ്. പൗലോസിൻ്റെ ദൈവവിജ്ഞാനം അതിനാൽ ഈ ഒരു അനുഭവത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. രണ്ടാമതായി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് വെറുമൊരു മാനസാന്തരം മാത്രമല്ല, മറിച്ച് ഒരു വിളിയാണ്, ദൗത്യം ഭരമേൽപ്പിക്കലാണ്. ഈ സംഭവത്തെ ഉചിതമായി പൗലോസിൻ്റെ വിളി അല്ലെങ്കിൽ പൗലോസിൻ്റെ മിഷൻ കമ്മീഷൻ എന്ന് നമുക്ക് വിളിക്കാം. വാസ്തവത്തിൽ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിലെയും ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനങ്ങളിലെയും വിവരണങ്ങൾ പഴയ നിയമത്തിലെ യേശയ്യായ്ക്കും ജെറമിയായ്ക്കും പ്രവാചകന്മാരാകുവാൻ ദൈവം നൽകിയ വിളിക്ക് സദൃശങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. യേശയ്യ 6-ാം അധ്യായം 49-ാം വാക്യം, അതുപോലെ തന്നെ 49-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ തന്നെ ജെറമിയായുടെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, ഇവയൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. പൗലോസ് ശ്ലീഹായുടെ ദമാസ്കസ് അനുഭവം വിലയിരുത്തുമ്പോൾ അത് പാപകരമായ ഒരു ജീവിതത്തിൽ നിന്നുള്ളൊരു മാനസാന്തരം ആയോ പിന്തിരിയൽ ആയോ ദൈവനിഷേധത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള ഒരു പുനരാഗമനം ആയോ നമ്മൾ കാണരുത്. മറിച്ച് അത് പൗലോസിൻ്റെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിച്ച ഒരു ഉൾക്കാഴ്ചയാണ്. ഉത്തമനായ യഹൂദൻ എന്ന നിലയിൽ താൻ വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്തിരുന്ന ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിനാൽ സ്വന്തമാക്കപ്പെട്ടവൻ എന്ന നിലയിൽ താൻ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തിലേക്കുള്ള ആഗമനമാണ് പൗലോസ് ശ്ലീഹായുടെ ദമാസ്കസ് അനുഭവം. മോശയുടെ നിയമമാണ് ഇതേവരെ പൗലോസ് ശ്ലീഹായുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്നിരുന്നെങ്കിൽ ഇനിമേൽ ആ സ്ഥാനം ക്രിസ്തുവിൽ ആണ്. മറ്റു യഹൂദരെ പോലെ ദൈവത്തിൻ്റെ നിയമത്തിൽ അർപ്പിച്ചിരുന്ന ആശ്രയത്വം രക്ഷകനായ ക്രിസ്തുവിലേക്ക് മാറുന്നു. പിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയും നിയമത്തിലൂടെയും വെളിപ്പെട്ട ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകൻ മിശിഹ ക്രൂശിതനും ഉദ്ധാനം ചെയ്തതിനുമായ യേശു ക്രിസ്തു ആകുന്നു എന്ന് പൗലോസ് തിരിച്ചറിയുന്നു. അതാണ് ദമാസ്കസ് അനുഭവത്തിൻ്റെ കേന്ദ്രബിന്ദു. ഇത് ക്രിസ്തുവിൽ സാധ്യതമായ രക്ഷാകര പദ്ധതിക്ക് തന്നെ വിധേയപൂർവം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ പൗലോസിനെ പ്രാപ്തനാക്കുന്നു. മോശയുടെ നിയമത്തിൻ്റെ കാര്യത്തിൽ കാണിച്ച അതേ തീക്ഷ്ണതയോടെ സമർപ്പണഭാവത്തോടെ യേശുവിനെ സംബന്ധിച്ച സദ്വാർത്ത അറിയിക്കുന്നതിന് പൗലോസ് തന്നെ വിട്ടുകൊടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മളൊന്ന് ഓർക്കണം, യഹൂദരുടെ റബിയായ തീക്ഷ്ണമതിയായ ഫരീസേനായ സാവൂൾ ദമാസ്കസ് അനുഭവത്തിലൂടെ പൗലോസ് അപ്പസ്തോലൻ ആയപ്പോൾ സഭാചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുകയായിരുന്നു. കുരിശുമരണത്തിലൂടെ ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിലൂടെ പ്രവേശിച്ച് യേശു ക്രിസ്തുവിനെ ആണ് പൗലോസ് ശ്ലീഹ വ്യക്തിപരമായി കണ്ടുമുട്ടുന്നതും അനുഭവിക്കുന്നതും. വിജാതീയ മണ്ണിൽ ജനിച്ച് യഹൂദ പാരമ്പര്യത്തിൽ വളർന്ന യേശുവിനാൽ സ്വന്തമാക്കപ്പെട്ട പൗലോസ് ശ്ലീഹ യേശുവിൽ പ്രകടമായ ദൈവിക ദാനവും ദൈവിക പ്രവൃത്തിയും എല്ലാ ജനതകൾക്കും വ്യക്തമാക്കി കൊടുക്കുവാൻ ഒരു വൈമനസ്യവും കാണിച്ചില്ല. ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ അതുല്യമായ പ്രവൃത്തിയുടെ ഏറ്റവും വലിയ സാക്ഷ്യവും. പൗലോസ് ശ്ലീഹായുടെ പ്രേക്ഷിത ശുശ്രൂഷയിലേക്ക് ഇനി നമുക്ക് കടന്നു ചെല്ലാം. നമുക്കറിയാവുന്നതുപോലെ തന്നെ പൗലോസ് ശ്ലീഹായുടെ പ്രേക്ഷിത ശുശ്രൂഷയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ പ്രതിപാദിച്ചതുപോലെ പൗലോസ് ശ്ലീഹായുടെ ജനനം കിലിക്കിയയിലെ താർസൂസ് എന്ന് പറയുന്ന ആധുനിക തുർക്കിയുടെ ഭാഗമായിരിക്കുന്ന താർസൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് AD 6 സംഭവിച്ചു. അദ്ദേഹം അവിടെ ദിയാസ്പോറയിലായിരുന്നതുകൊണ്ട് ഒരു റോമൻ പൗരനായിട്ട് അല്ലെങ്കിൽ റോമൻ പൗരത്വം ലഭിച്ച വ്യക്തിയായിരുന്നു. യഹൂദ പാരമ്പര്യമനുസരിച്ച് ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. അതിനെക്കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4 മുതൽ 7 വരെ വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഫരീസയനായിരുന്നു, തീക്ഷ്ണമതിയായ ഫരീസയനായിരുന്നു എന്ന് പൗലോസ് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. പിന്നെ ഈ പൗലോസ് ശ്ലീഹായെ പറ്റി ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആട്ടിൻ രോമം കൊണ്ട് കൂടാരം നെയ്യുന്നവൻ അല്ലെങ്കിൽ നിർമ്മിക്കുന്നവനായ ഒരു പ്രൊഫഷണൽ ആയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് കൂടാരം നിർമ്മിക്കലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി പൗലോസ് ശ്ലീഹായുടെ അപ്പസ്തോലന്മാരിൽ വിദ്യാഭ്യാസം
ഉള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ് ലീഹ. അദ്ദേഹത്തിൻ്റെ സാധാരണ വിദ്യാഭ്യാസം താർസൂസിൽ നടന്നെങ്കിലും മതപരമായ നിയമത്തിൻ്റെ അനുഷ്ഠാനങ്ങളുടെയൊക്കെ യഹൂദപരമായ വിദ്യാഭ്യാസം ജെറുസലേമിൽ ഗമാലിയേലിൻ്റെ ശിഷ്യനായിട്ടാണ് അദ്ദേഹം പരിശീലനം നടത്തിയത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിയായതുകൊണ്ട് യഹൂദ പാരമ്പര്യവും റോമൻ പാരമ്പര്യവും ഗ്രീക്ക് പാരമ്പര്യവും, അങ്ങനെ ഗ്രീക്ക് റോമൻ പാരമ്പര്യത്തിൻ്റെ സംയമനമായ ഹെലനിസ്റ്റിക് പാരമ്പര്യവുമുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ് ലീഹ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഗ്രീക്ക് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹെബ്രായ ഭാഷയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുന്നതിനും അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ പൗലോസിൻ്റെ വിളി ദമാസ്കസ് അനുഭവത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. അത് AD 33-നും 36-നും ഇടയ്ക്കാണ് സംഭവിച്ചതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുപോലെ തന്നെ ദമാസ്കസ് അനുഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യകാല ശുശ്രൂഷ ഉടൻ തന്നെ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു AD 33-നും 34-നും ഇടയ്ക്ക്. അതിനുശേഷം ഒരു 6 മുതൽ 7 വർഷം വരെ പൗലോസ് ലീഹ ഏകാന്തവാസം നടത്തുകയും ധ്യാനം കാലമായിട്ട് കരുതുകയും ചെയ്തുകൊണ്ട് അറേബ്യയിൽ പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ അത് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ AD 34-നും 37-നും ഇടയ്ക്കാണ് ഇത് സംഭവിച്ചതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് AD 37-ൽ ജെറുസലേമിൽ പത്രോസിനെയും ചെറിയ യാക്കോബിനെയും കാണുവാനായിട്ട് പൗലോസ് ചെല്ലുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് സിറിയയിലും താർസൂസിലും അല്ലെങ്കിൽ സ്വന്തം നാടായ താർസൂസിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുകയും 9 വർഷത്തെ രഹസ്യ ജീവിതം നയിച്ചു എന്നാണ് പറയുന്നത്. അതായത് പരസ്യമായ സുവിശേഷ പ്രഘോഷണമോ തൻ്റെ വിശ്വാസത്തിന് ഒരു അപ്പോസ്തലൻ എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ നടത്താതെ ഒരുക്കത്തിൻ്റെ കാലഘട്ടം 30 വർഷം രഹസ്യ ജീവിതം നയിച്ച കർത്താവ് യേശു മിശിഹായോട് സദൃശനായിക്കൊണ്ട് ഒരുക്കത്തിൻ്റെ ഒരു കാലഘട്ടം 9 വർഷം പൗലോസ് ലീഹ നടത്തുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിലും അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായം 25-ാം വാക്യത്തിലും നമ്മളിത് വായിക്കുന്നുണ്ട്. AD 37-നും 46-നും ഇടയ്ക്കുള്ള സമയത്ത് ഇത് സംഭവിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിന്നീട് ബർന്നബാസ് മുഖാന്തരം അന്ത്യോക്യയിൽ തൻ്റെ പരസ്യമായ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചുകൊണ്ട് പൗലോസ് ലീഹ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും പ്രേക്ഷിത യാത്രകളും ആരംഭിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിലും അതുപോലെ തന്നെ 26-ാം വാക്യത്തിലും നമ്മൾക്ക് ഇത് കാണുവാൻ കഴിയും. AD 45-നും 46-നും ഇടയ്ക്കാണ് തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങൾ പൗലോസ് ലീഹ ആരംഭിച്ചത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. പ്രധാന സ്ഥലങ്ങളിലെല്ലാം ക്രൈസ്തവ സമൂഹങ്ങൾക്ക് പൗലോസ് ലീഹ തൻ്റെ പരസ്യ ശുശ്രൂഷയിലൂടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ അടിസ്ഥാനമിട്ടു. ഏതാനും നാളുകൾ താൻ സഭ സ്ഥാപിച്ച സ്ഥലത്ത് ചിലവഴിച്ചതിന് ശേഷം വിശ്വാസത്തിൽ അവരെ ആഴപ്പെടുത്തിയതിന് ശേഷം വിശ്വാസം അവരെ പഠിപ്പിച്ചതിന് ശേഷം പുതിയ സ്ഥലത്തേക്ക് സുവിശേഷം പ്രഘോഷിക്കാൻ പോകുക എന്നുള്ളതായിരുന്നു പൗലോസ് ലീഹായുടെ രീതി. അങ്ങനെ പുതിയ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചില സ്ഥലങ്ങളിൽ നിന്ന് യഹൂദരുടെ എതിർപ്പ് മൂലവും അദ്ദേഹത്തിന് പലായനം ചെയ്യപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. കാരണം സുവിശേഷം പ്രഘോഷിച്ച് പഠിപ്പിച്ചതിന് ശേഷം മാറുന്നതിനപ്പുറമായിട്ട് ചില സ്ഥലങ്ങളിൽ പലായനം ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ചില ക്രൈസ്തവ സമൂഹങ്ങളെ നയിക്കുവാൻ ഈ അവസരത്തിൽ അവിടെ ആയിരിക്കുന്ന അവസരത്തിൽ അവരിൽ നിന്ന് തിരഞ്ഞെടുത്ത ശ്രേഷ്ഠന്മാരെ അദ്ദേഹം പരിശീലിപ്പിച്ച് ആ സഭാ സമൂഹത്തെ ഏൽപ്പിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നു. നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലഘട്ടത്തിൽ AD 64-നും 68-നും ഇടയ്ക്ക് ഉള്ള ആ ഒരു സമയത്ത് പൗലോസ് ലീഹ രക്തസാക്ഷിത്വം വഹിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം കൈവരിച്ചു എന്നത് ആണ് പാരമ്പര്യം. ഇനി നമ്മൾ ഈ പൗലോസ് ലീഹയുടെ ലേഖനങ്ങളുടെ ഒരു ചരിത്ര തലമായ പ്രാധാന്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പൗലോസ് ലീഹയുടെ പ്രേക്ഷിത യാത്രകളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. പ്രധാനമായിട്ടും പൗലോസ് ലീഹ 3 പ്രേക്ഷിത യാത്രകൾ നടത്തുകയും അതുപോലെ തന്നെ റോമിലേക്ക് ഒരു യാത്ര നടത്തുകയും പിന്നീട് അവസാനം മരിക്കുന്നതിന് മുമ്പ് വീണ്ടും റോമിലേക്ക് ഒരു യാത്ര നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് പൊതുവിൽ നമ്മൾ കാണുന്നതായ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രേക്ഷിത യാത്ര AD 46-നും
48 ഇടയ്ക്ക് നടന്നതായിട്ടും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 13 അധ്യായം മുതൽ 14 അധ്യായം 28 വരെയുള്ള വാക്യങ്ങളിൽ ഈ ആദ്യ പ്രേക്ഷിത യാത്രയെപ്പറ്റി നമുക്ക് വായിക്കുവാൻ കഴിയും. അപ്പോൾ പൗലോസ്ലീഹായുടെ സഹശുശ്രൂഷകനായ ബർണബാസ്, അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം അറിയപ്പെടുന്ന ജോൺ മാർക്ക് അല്ലെങ്കിൽ മർക്കോസ് സ്ലീഹായും ഈ സഹശുശ്രൂഷകരായിട്ട് ഈ ആദ്യ പ്രേക്ഷിത യാത്രയിൽ പൗലോസ്ലീഹ അനുധാവനം ചെയ്തു. ഈ യാത്ര അന്ത്യോക്യ, സൈപ്രസ്, ഏഷ്യ മൈനർ, തിരിച്ച് പേർഗ, അറ്റാലിയ എന്നീ സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് തിരിച്ചു വന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രേക്ഷിത യാത്ര AD 49 52 ഇടയ്ക്ക് നടന്നു. അത് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 15 അധ്യായം 36 മുതൽ 18 അധ്യായം 22 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഈ രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയിൽ സഹശുശ്രൂഷകരായിട്ട് സീലാസ്, തിമോത്തി, ലൂക്കോസ് എന്നിവർ ഉണ്ടായിരുന്നു. ഈ യാത്രയുടെ യാത്രാക്രമം അല്ലെങ്കിൽ അതിൻ്റെ വഴി അന്ത്യോക്യയിൽ ആരംഭിച്ച് അന്ത്യോക്യയിൽ അവസാനിക്കുന്നു. ആ അവസരത്തിൽ തന്നെ ഏഷ്യ മൈനറിലും മക്കദോനിയയിലും കോറിന്തോസിലും ആഥൻസിലുമൊക്കെ അദ്ദേഹം സന്ദർശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ പ്രേക്ഷിത യാത്രയുടെ സമയത്താണ് ഫിലിപ്പിയയിൽ അദ്ദേഹത്തെ തടവിലാക്കുകയും അവിടുന്ന് മോചിപ്പിക്കുകയും ചെയ്തത്. പ്രസിദ്ധമായ ഏഥൻസിലെ പ്രസംഗം, അതായത് അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രസംഗിച്ചെങ്കിലും അധികം പേരൊന്നും അദ്ദേഹത്തിൻ്റെ പ്രസംഗം അനുസരിച്ച് പരിവർത്തനത്തിലേക്ക്, മാനസാന്തരത്തിലേക്ക് വന്നില്ല എന്നുള്ള ആ ഒരു പ്രസംഗം നടക്കുന്നതും, അതുപോലെ തന്നെ കോറിന്തോസിൽ 18 മാസത്തെ ശുശ്രൂഷ നടത്തുന്നതും ഈ ഒരു രണ്ടാമത്തെ പ്രേക്ഷിത യാത്രയുടെ ഭാഗമായിട്ടാണ്. ഇനി മൂന്നാമത്തെ പ്രേക്ഷിത യാത്ര AD 53 57 സംഭവിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ 18 അധ്യായം 23 മുതൽ 21 അധ്യായം 14 വാക്യം വരെ ഈ പ്രേക്ഷിത യാത്രയെപ്പറ്റി ഉള്ള വിവരണം നമുക്ക് കാണുവാൻ കഴിയും. ഇത് അന്ത്യോക്യയിൽ ആരംഭിച്ച് ഗലാത്യ, എഫേസോസ്, മക്കദോനിയ, ഗ്രീസ് എന്നിവ തരണം ചെയ്ത് യെറുസലേമിൽ അവസാനിക്കുന്നു. ഈ യാത്രയിൽ എഫേസോസിൽ 3 വർഷം അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഫേസോസിലെ ശ്രേഷ്ഠന്മാരോടുള്ള വിടവാങ്ങൽ പ്രസംഗം അദ്ദേഹം മെലിത്തോസിൽ നടത്തുന്നുണ്ട്. പിന്നെ അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ അദ്ദേഹത്തെ തടങ്കലിൽ ആക്കപ്പെടും എന്നുള്ള ഭീഷണി നിലനിന്നിട്ട് പോലും അദ്ദേഹം ജെറുസലേമിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ 3 പ്രേക്ഷിത യാത്രകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, റോമിൽ നീറോ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് AD 67 പൗലോസ്ലീഹ മരിച്ചതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ റോമിലേക്കുള്ള യാത്ര നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27 അധ്യായം 1 വാക്യം തൊട്ട് 28 അധ്യായം 16 വാക്യം വരെ നമ്മൾ കാണുന്നു. ഈ സമയത്തുള്ള പ്രധാന സംഭവങ്ങൾ: ജെറുസലേമിൽ അദ്ദേഹത്തെ തടങ്കലിൽ വെക്കുന്നു, പിന്നെ കേസറിയായിൽ അദ്ദേഹത്തിന് വിചാരണ നേരിടേണ്ടി വരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 23 അധ്യായം 33 വാക്യത്തിൽ നമ്മൾ കാണുന്നു. പിന്നെ റോമിലേക്കുള്ള യാത്രയിൽ മാൾട്ടയിൽ വെച്ച് കപ്പൽ ഛേദം സംഭവിക്കുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 27-28 അധ്യായങ്ങൾ നമ്മളത് കാണുന്നു. പിന്നെ റോമിൽ 2 വർഷം വീട്ടുതടങ്കലിൽ ആയിരിക്കുന്നു. 28 അധ്യായം 16 വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട് അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ. അപ്പോൾ ആ 2 വർഷത്തെ വീട്ടുതടങ്കലിലും അദ്ദേഹം അവിടെ സുവിശേഷം പ്രഘോഷിച്ചു, റോമിലെ സഭയെ ശക്തിപ്പെടുത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വീണ്ടും അദ്ദേഹം സ്പെയിനിലേക്കൊരു യാത്ര നടത്തി എന്നുള്ളതും എഫേസോസിലേക്കും ഒരു യാത്ര നടത്തി എന്നുള്ളതും നമ്മൾക്ക് ചെറിയ സൂചന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15 അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലും തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ 1 അധ്യായം 3 വാക്യത്തിലുമൊക്കെ നമ്മൾ അത് കാണുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെ വീണ്ടും ചിലപ്പോൾ ഈ വീട്ടുതടങ്കലിൽ നിന്ന് അദ്ദേഹം വിമോചിതനായതിനു ശേഷമാണ് ഈ യാത്രകൾ നടത്തിയത്. പക്ഷേ വീണ്ടും റോമിലേക്ക് തിരിച്ച് വരികയും അദ്ദേഹം നീറോ ചക്രവർത്തിയുടെ കാലത്ത് മതമർദ്ദനത്തിൻ്റെ സമയത്ത് AD 67 അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ച് അദ്ദേഹത്തെ കൊന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, പത്രോസ്ലീഹായും റോമിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. പത്രോസ്ലീഹായെ കുരിശിൽ തറക്കുകയായിരുന്നു. പക്ഷേ പൗലോസ്ലീഹയുടെ ശിരസ് ഛേദിച്ചത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കാം. കാരണം പൗലോസ്ലീഹ ഒരു റോമൻ പൗരനായതുകൊണ്ടും പത്രോസ്ലീഹ റോമൻ പൗരനല്ലായിരുന്നതുകൊണ്ടുമാണ്. ഈ കുരിശുമരണം സാധാരണ ദേശദ്രോഹികൾക്കും റോമൻ പൗരന്മാരല്ലാത്തവർക്കും കൊടുക്കുന്ന ഭീകരമായ ഒരു ശിക്ഷയാണ്. എന്നാൽ റോമൻ പൗരന്മാർക്കൊരിക്കലും കുരിശുമരണം കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹായെ കുരിശുമരണത്തിന് പറ്റിയതായ
അവർ കാണുന്നതായ ഒരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു എന്നിരിക്കെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ചാണ് പൗലോസ്ലീഹായെ കൊല്ലുന്നത്. അങ്ങനെയാണ് പൗലോസ്ലീഹ രക്തസാക്ഷിത്വം വഹിക്കുന്നത്. നമ്മൾ പൗലോസ്ലീഹായുടെ ജീവിതത്തെക്കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തതിന് കാരണം പൗലോസ്ലീഹായുടെ പേരിൽ അറിയപ്പെടുന്ന ഈ ലേഖനങ്ങളിലെല്ലാം ഈ കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ അതിനെ സമീപിച്ചില്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലേഖനങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും നമ്മൾക്ക് തെറ്റിദ്ധാരണയോ തെറ്റായ വ്യാഖ്യാനങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള ആ ഒരു അവസരം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ആമുഖമായിട്ട് പറഞ്ഞത്. ഇനി പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, താൻ സ്ഥാപിച്ച സഭാസമൂഹങ്ങളെ വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും സ്ഥിരപ്പെടുത്തുന്നതിനും സ്ലീഹ ശ്രദ്ധാലുവായിരുന്നു. ഓരോ സഭാസമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾ മുന്നിൽ കണ്ടെഴുതിയ കത്തുകളാണ് നമുക്ക് പൗലോസ്ലീഹയുടെ പേരിൽ ലഭ്യമായിരിക്കുന്ന ഈ ലേഖനങ്ങൾ. സാധാരണ കത്തുകളിലെ പോലെ അവയിൽ പലയിടത്തും പശ്ചാത്തലം, എന്താണ് ഈ കത്തിൻ്റെ പശ്ചാത്തലം എന്ന് വ്യക്തമാകാത്തതിനാൽ പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് നാം വിലയിരുത്തുന്നത്. അങ്ങനെ നാം വിലയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവയിലെ നിർദ്ദേശങ്ങൾ യഥാർത്ഥത്തിൽ എന്ത് ഉദ്ദേശിച്ചാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാതായി പോകും. എന്നാൽ പൊതുവിൽ നമ്മൾ കരുതേണ്ട ഒരു കാര്യം, പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിലൂടെ താൻ വളർത്തിയതും സ്ഥാപിച്ചതുമായ സഭാസമൂഹത്തിലെ വിശ്വാസി സമൂഹത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതിനും വിശുദ്ധിയിലും ധാർമ്മികതയിൽ വളർത്തുന്നതിനും വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ദൈവശാസ്ത്രത്തിൻ്റെ ഉൾക്കാഴ്ചയും അജപാലകൻ്റെ തീഷ്ണതയും ഈ കത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്രവും ചിന്തകളും പാരമ്പര്യത്തിലും അപ്പസ്തോല പഠനങ്ങളിലും ഊന്നിയതാണെങ്കിലും സ്ലീഹായുടെ തനിമയും ക്രിയാത്മകതയും ഈ കത്തുകളിൽ പ്രകടമാണ്. അതുകൊണ്ട് ഈ കത്തുകളെ നമ്മൾ സമീപിക്കുമ്പോൾ അദ്ദേഹം ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആ കത്ത് എഴുതിയത്. പക്ഷേ നമ്മൾക്ക് ഇന്ന് ഈ കത്തുകൾ ഏത് രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ അതിനൊരു റെലവൻസ് ഉണ്ടാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിനും നമ്മളുടെ ധാർമ്മികതയ്ക്കും അതുപോലെ തന്നെ നമ്മളുടെ ദൈവിക ദർശനങ്ങളുള്ള വളർച്ചയ്ക്കും നമ്മെ സഹായിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, പൗലോസ്ലീഹയുടെ കത്തുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ ഒന്നാമതായി അവ സാന്ദർഭികമാണ്. അതായത് ഒരു സന്ദർഭം അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ എഴുതിയ ലേഖനങ്ങളാണ്. പൗലോസിൻ്റെ ലേഖനങ്ങൾ സാഹചര്യപരമായ ലേഖനങ്ങളാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സഭ ഏതെങ്കിലും കാര്യത്തിൽ ഒരു വെല്ലുവിളി നേടുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിൽ സഭാംഗങ്ങൾക്ക് അജപാലന രംഗത്തുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയും ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് പൗലോസ്ലീഹ കത്തുകൾ എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു സാഹചര്യം അനുസരിച്ച് എഴുതിയപ്പെട്ട കത്തുകളായതുകൊണ്ട് ആ സാഹചര്യം അല്ലാത്ത ഒരു സ്ഥലത്ത് ആ സാഹചര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ വ്യാഖ്യാനിച്ച് അതിനെ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തെറ്റിദ്ധാരണയോ തെറ്റായ വ്യാഖ്യാനങ്ങളിലോ ഫലമായിട്ട് ഉണ്ടാകും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പൗലോസ്ലീഹ റെറ്ററിക് അല്ലെങ്കിൽ പ്രസംഗ പാഠവും അല്ലെങ്കിൽ തൻ്റെ വാക്ചാതുര്യം വെളിപ്പെടുത്തുന്ന എഴുത്തുകളായിട്ട് അല്ലെങ്കിൽ ലേഖനങ്ങളായിട്ടോ കത്തുകളായിട്ടോ ഇവയെ കാണാമെങ്കിലും അതിനപ്പുറം ഇത് വ്യക്തമായതും വ്യക്തിപരവുമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങുന്ന ലേഖനങ്ങളാണ്. ഇവയിൽ റോമൻ പ്രഭാഷണ കലയുടെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും പൗലോസിൻ്റെ ആശങ്ക ഇതൊന്നുമല്ലായിരുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അതായത് ദൈവത്തിൻ്റെ ആ ഒരു വലിയ രഹസ്യം പ്രഘോഷിക്കുക, അതായിരുന്നു പൗലോസ്ലീഹയുടെ ലക്ഷ്യം. അവ പൗലോസുമായി ബന്ധപ്പെട്ട സമൂഹത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആശയവിനിമയമാണ്. തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അവർക്ക് നിർദ്ദേശം നൽകുന്നത് തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 10 മുതൽ 3-ാം അധ്യായം 23 വരെയുള്ള വാക്യങ്ങളിൽ ആ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ്? കോറിന്തോസിലെ സഭയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സഭയിൽ അവരെ വിശ്വാസത്തിലേക്ക് നയിച്ച പല വ്യക്തികൾ ഉണ്ടായിരുന്നു. അവരുടെ പേരിൽ വിഭജനം ഉണ്ടാകുകയും പരസ്പരം
ഭിന്നിച്ചവർ നിൽക്കുകയും ചെയ്തു. അതിനെതിരെ ശക്തമായ നിർദ്ദേശം നൽകുവാൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പൗലോസ്ലീഹ തൻ്റെ ആ കഴിവനുസരിച്ച്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാഷയിലുള്ള വാക്ചാതുര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ കഴിവുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പൗലോസ്ലീഹ ഈ ലേഖനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ദർശനങ്ങളും ദൈവികമായ പ്രബോധനങ്ങളും നൽകുന്നുണ്ട്. ഇനി പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ നമ്മൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശു പാരമ്പര്യങ്ങൾ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ കാണുന്നില്ല. ഇപ്പോൾ യേശു പാരമ്പര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സുവിശേഷത്തിൽ നാം കാണുന്നത് പോലെ യേശുവിനെക്കുറിച്ചുള്ള കഥകൾ, അവിടുത്തെ വചനങ്ങൾ, അവിടുത്തെ ചുറ്റിപ്പറ്റിയുള്ള പല കാര്യങ്ങൾ, ഇവയൊന്നും പൗലോസിൻ്റെ ലേഖനങ്ങളിൽ വിശദീകരിക്കുന്നില്ല. കാരണം ഉദ്ധിതനായ ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ച പൗലോസ്ലീഹ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്രൂശിതനായതിനു ശേഷം ഉയർത്തെഴുന്നേറ്റ് വർത്തമാനകാലത്ത് വാഴുന്ന, ഇപ്പോൾ ആത്മാവിലൂടെ സജീവനായ കർത്താവിനെ, രക്ഷിക്കുന്ന യേശുമിശിഹായെ ഏവർക്കും പകർന്നു കൊടുക്കുവാനും അത് പ്രഘോഷിക്കുവാനുമാണ് പൗലോസ്ലീഹ ശ്രദ്ധിച്ചത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ക്രൂശിതനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ യേശുവിൻ്റെ മുൻകാല വാക്കുകളേക്കാൾ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ കാലത്തിലുള്ള ദർശനത്തെയാണ് അദ്ദേഹം കൂടുതൽ ആശ്രയിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്കൊരു മാതൃകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു മാതൃകയാണെന്ന് പറയുന്നത്. ഇതിലേക്ക് നമ്മൾ പിന്നീട് കടന്നു വരും. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പലതും പുതിയ നിയമത്തിലെ ആദ്യമായി എഴുതപ്പെട്ട ലേഖനങ്ങളാണ് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. കാരണം ഈ പുതിയ നിയമത്തിൽ ആധികാരികമെന്ന് ഏകണ്ഠമായി അംഗീകരിച്ചത് അല്ലെങ്കിൽ പൗലോസിൽ നിന്ന് തന്നെ വന്ന രചനകൾ എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ മറ്റേത് പുസ്തകവും എഴുതുന്നതിന് മുമ്പ് എഴുതപ്പെട്ടതാണ്. ഉദാഹരണമായിട്ട് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം AD 48 എഴുതപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളായിട്ട് അറിയപ്പെടുന്നതിൽ അവസാനത്തെ ലേഖനം AD 65 എഴുതപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ AD 48 തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനമാണ് പുതിയ നിയമത്തിലെ ആദ്യമായി രചിക്കപ്പെട്ട ഗ്രന്ഥം. അതുകൊണ്ട് തന്നെയാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾക്ക് പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് എന്ന് പറയുന്നതും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ലേഖനങ്ങളെ പറ്റി പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പൗലോസ്ലീഹയുടെ രചനകൾ അത് ലേഖനങ്ങളാണോ കത്തുകളാണോ? അപ്പോൾ എന്താണ് ലേഖനം, എന്താണ് കത്തുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. കത്തുകളും ലേഖനങ്ങളും തമ്മിൽ രൂപഘടനയിൽ സാദൃശ്യമുണ്ടെങ്കിലും അവ വ്യത്യസ്തമായ സാഹിത്യ രൂപങ്ങളാണ്. കത്തുകൾ നമുക്കറിയാം, പലപ്പോഴും വ്യക്തതയുള്ളതും പ്രത്യേക ലക്ഷ്യമുള്ളതും പ്രായോഗികമായ ആശയവിനിമയമുള്ളതും സാധാരണമായി ഒരു ചെറിയ പരിധിയിൽ ഒരു വ്യക്തിക്കോ ഒരു ചെറിയ സമൂഹത്തിനോ നൽകുന്നതായിരിക്കും. കത്തുകൾ അതുപോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് പൗലോസിന് ഫിലേമോന് എഴുതിയ കത്ത് അതൊരു പ്രത്യേക വ്യക്തിക്കുള്ള കത്തുകളാണ്. അതേസമയം ലേഖനങ്ങൾ ഉപദേശ രൂപേണയോ ഉടമ്പടി രൂപേണയോ ആയ ആശയവിനിമയം ഉള്ളതും ഒരു ജനതയ്ക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് പൊതുവായി നൽകപ്പെടുന്നതുമാണ്. ഇത് വളരെ ഔപചാരികത ഉള്ളതും സാഹിത്യപരവും ആയിട്ട് ഉയർന്നതും ഉപദേശപരമായതും ദൈവശാസ്ത്രപരമായ ഒരു രചനാശൈലിയാണ് ലേഖനങ്ങൾ. അപ്പം ഈ ലേഖനങ്ങളുടെ ഉദ്ദേശം വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല, പിന്നെയോ ദർശനങ്ങൾ, ധാർമ്മികത, വിശ്വാസ അധിഷ്ഠിതമായ പഠനങ്ങൾ, സമൂഹ ജീവിതം എന്നിവയുടെ വിശാലമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും പ്രബോധിപ്പിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്നവയാണ്. അതായത് ഔദ്യോഗികമായ കത്തുകൾ ആണ് ലേഖനങ്ങൾ എന്ന് നമുക്ക് പറയാം. ഉദാഹരണം, റോമാക്കാർക്ക് എഴുതിയ പൗലോസ്ലീഹയുടെ ആ ഒരു രചന അത് ദൈവശാസ്ത്രപരമായ ആഴവും ഘടനയും ഉള്ളതുകൊണ്ട് അതിനെ ഒരു കത്ത് എന്നതിനേക്കാൾ ഉപരിയായി ഒരു ലേഖനമായിട്ട് നമുക്ക് കണക്കാക്കാം. ലേഖനങ്ങൾ പൊതുവെ അതായത് പൊതുവെ ഉള്ള കാര്യങ്ങൾ, ലേഖനങ്ങൾ പൊതുവെയുള്ള കാര്യങ്ങൾ ലക്ഷ്യമാക്കുമ്പോൾ കത്തുകൾ തികച്ചും വ്യക്തിപരവും രഹസ്യാത്മകവുമായ സ്വഭാവം പുലർത്തുന്നുണ്ട്. ചുരുക്കത്തിൽ വിദൂരതയിൽ കഴിയുന്ന വ്യക്തികളോട് അല്ലെങ്കിൽ വ്യക്തിയോട് നേരിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ
ലിഖിത രൂപത്തിൽ അറിയിക്കുന്നതാണ് കത്ത്. ഇപ്രകാരമുള്ള കത്ത് പൊതുസമൂഹത്തെ ഉദ്ദേശിച്ചാകുമ്പോൾ അതിന് ഔദ്യോഗികവും സാർവത്രികവുമായ ഒരു മാനം ലഭിക്കുന്നു. അങ്ങനെയാകുമ്പോൾ അതിനെ ലേഖനം എന്ന് നമുക്ക് പറയാം. കത്തുകളുടെയും ഉപന്യാസത്തിൻ്റെയും ലേഖനത്തിൻ്റെയും രീതികളും ശൈലികളും പൗലോസ്ലീഹായുടെ രചനകളിൽ നമുക്ക് ദർശിക്കാം. പൗലോസിൻ്റെ ലേഖനങ്ങൾ സുവിശേഷ ദൗത്യം സഭാസമൂഹങ്ങൾക്ക് കൈമാറുന്നതിനുള്ള മാധ്യമങ്ങളാണ്. സുവിശേഷത്തോടുള്ള അർപ്പണവും അജപാലന താല്പര്യത്തിൻ്റെ തെളിവുകളും ആവിഷ്കാരവുമാണ് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ നാം കാണുന്നത്. പുതിയ നിയമത്തിലെ വിശുദ്ധ പൗലോസിൻ്റെ രചനകളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ലേഖനങ്ങൾ, കത്തുകൾ എന്നീ പദങ്ങൾ പലപ്പോഴും പരസ്പരം മാറി മാറി നാം ഉപയോഗിക്കാറുണ്ട്. എന്നിരുന്നാലും രചനയുടെ ശൈലി, ഉദ്ദേശം, സ്വീകർത്താക്കൾ എന്നിവയെ അടിസ്ഥാനമാക്കി രണ്ടും തമ്മിൽ സൂക്ഷ്മവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ വ്യത്യാസമുണ്ട്. പൗലോസിൻ്റെ രചനകൾ സാങ്കേതികമായ കത്തുകളാണ്. കാരണം അവ പ്രത്യേക വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ വേണ്ടി എഴുതിയതാണ്. എന്നാൽ അവയുടെ ദൈവശാസ്ത്രപരമായ ആഴം, ഘടന, ഉദ്ദേശം, കാരണം എന്നിവയെ അവയെ ഒരു പുതിയ നിയമ ലേഖനങ്ങളുടെ തലത്തിലേക്ക് എത്തിക്കുന്നു. അതിനാൽ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എന്ന് നമുക്ക് പറയാം. ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പൗലോസ്ലീഹ കത്തുകൾ എഴുതി. അത് വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ സഭകൾക്കോ കത്തുകൾ എഴുതി. പക്ഷേ അവയുടെ ഔപചാരികതയും പ്രബോധനപരവുമായ സ്വഭാവം കാരണം അവയെ ലേഖനങ്ങൾ എന്ന് നാം വിളിക്കുന്നു. ഈ കാരണങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കത്തുകൾ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ ലേഖനങ്ങൾ വായിക്കുമ്പോഴോ അതിൻ്റെ ഉള്ളടക്കം അല്ലെങ്കിൽ അതിൻ്റെ സന്ദേശം തെറ്റിപ്പോകാതെ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ്റേതായിട്ട് അല്ലെങ്കിൽ പൗലോസ്ലീഹായുടേതായിട്ട് നമ്മൾ കരുതുന്നതും പറയപ്പെടുന്നതുമായ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഈ കത്തുകൾ യഥാർത്ഥത്തിൽ പൗലോസ്ലീഹായുടെ തന്നെയാണോ? ഇങ്ങനെ ഒരു ചർച്ചയും സംശയവും ബൈബിൾ പണ്ഡിതന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റേതായി പറയപ്പെടുന്ന പുതിയ നിയമത്തിലെ കത്തുകളുടെ ആ ശേഖരത്തെ പരമ്പരാഗതമായി അവ പൗലോസ് എഴുതിയതായിട്ട് കണക്കാക്കുന്നു. എന്നാൽ ആന്തരികവും ബാഹ്യവുമായ തെളിവുകളുടെ സംയോജനത്തെ അടിസ്ഥാനപ്പെടുത്തി അത് ആണെന്നും അല്ലെന്നും നമുക്ക് പറയാൻ പറ്റും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കത്തുകൾ, അല്ലെങ്കിൽ നമുക്കറിയാം 14 കത്തുകളാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളായിട്ട് പുതിയ നിയമത്തിലുള്ളത്. അതിൽ ഹെബ്രായർക്കെഴുതിയ ലേഖനം നേരത്തെ തന്നെ അത് പൗലോസ്ലീഹ എഴുതപ്പെട്ടതല്ല, പൗലോസ്ലീഹയുടെ ശിഷ്യന്മാർ അല്ലെങ്കിൽ പൗലോസ്ലീഹായുടെ പിൻഗാമികൾ എഴുതപ്പെട്ടതാണ് അല്ലെങ്കിൽ പിൻഗാമികൾ എഴുതിയതാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ച് പിന്നീട് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തെപ്പറ്റി നമ്മൾ പഠിച്ചപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് അറിയാം പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ സഭയുടെ ആദിമകാലം തൊട്ട് തന്നെ ഈ കത്തുകളെ അല്ലെങ്കിൽ ഈ ലേഖനങ്ങളെ എന്തുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾ ആയിട്ട് കരുതിയിരുന്നത്? അതിന് 2 രീതിയിലുള്ള തെളിവുകളുണ്ട്. ഒന്ന് ലേഖനങ്ങളിൽ നിന്നുള്ള ആന്തരിക തെളിവുകൾ, രണ്ടാമത്തേത് പുറമേ ലഭിച്ച അല്ലെങ്കിൽ സഭാചരിത്രത്തിൽ നിന്നുള്ള പാരമ്പര്യത്തിൽ നിന്നുള്ള ബാഹ്യ തെളിവുകൾ. അപ്പോൾ നമ്മൾ ഓർക്കുക, എന്താണ് ലേഖനങ്ങളിൽ നിന്നുള്ള തെളിവുകൾ? മിക്ക കത്തുകളിലും ഇതിൻ്റെ രചയിതാവായിട്ട് പൗലോസ് ആണെന്ന് സ്വയം സാക്ഷ്യപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ദാസനായ പൗലോസ്, അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസ്, റോമർ 1:1, അതുപോലെ തന്നെ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനവും 2-ാം അധ്യായം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, എഫെസോസ് മുതലായ എല്ലാ കത്തുകളിലും ഈ ശൈലി നമുക്ക് കാണാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ദാസനായ പൗലോസ് എഴുതുന്നത് ആർക്ക് വേണ്ടി എഴുതുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിലുള്ള പൗലോസിനെ കുറിച്ചുള്ള വ്യക്തിപരമായ അല്ലെങ്കിൽ പൗലോസിൻ്റെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല വിശദാംശങ്ങളും തമ്മിൽ നല്ല സാമ്യമുണ്ട്, അല്ലെങ്കിൽ അത് ഒരു സ്ഥിരതയുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കത്തുകളിൽ പറയുന്നതായ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഡമാസ്കസ് അനുഭവത്തെപ്പറ്റി ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത് തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത യാത്രകളെ പറ്റി പറയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളും ഈ കത്തുകളിൽ പറയുന്നതിലും വളരെ സാമ്യമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത യാത്രയിലെ സഹശുശ്രൂഷകർ അല്ലെങ്കിൽ സഹപ്രവർത്തകരായ തിമോത്തി, തീത്തോസ്, ലൂക്കോസ് മുതലായവരെ പറ്റി
ഈ കത്തുകളിൽ പറയുന്ന അതേപോലെ തന്നെ നമുക്ക് അപ്പോസ്തല പ്രവർത്തനം കാണാം. പിന്നെ അദ്ദേഹം സ്ഥാപിച്ച സഭകളെ പറ്റി കത്തുകളിൽ പറയുന്ന കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലും ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലും ഒക്കെ പറയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിലും അത് കൃത്യമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ അദ്ദേഹത്തിൻ്റെ സഹിക്കേണ്ടി വന്ന പീഡനങ്ങളും അദ്ദേഹം കാരാഗ്രഹവാസം അനുഭവിച്ചതിനെ പറ്റി ഒക്കെ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിലും ഫിലോമോൻ എഴുതിയ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിലും ഒക്കെ പറയുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ വിശദാംശങ്ങൾ വളരെ സത്യമാണെന്ന് നമുക്ക് പൊരുത്തപ്പെടുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇത് പൗലോസ് ശ്ലീഹ ഈ കത്തുകൾ എഴുതിയത് ആണെന്നുള്ളത് അല്ലെങ്കിൽ ആ ആധികാരികതയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇനി ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഈ കത്തുകളിലെ ദൈവശാസ്ത്ര വിഷയങ്ങൾ അല്ലെങ്കിൽ ദർശനങ്ങൾ എല്ലാം കൃത്യതയുള്ളതും ഒരേപോലെ അല്ലെങ്കിൽ പരസ്പര ബന്ധമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം പൗലോസ് ശ്ലീഹയുടെ പ്രസിദ്ധമായ ദൈവശാസ്ത്ര ചിന്തകളെ പറ്റി നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ആ ചിന്തകളെല്ലാം ഈ കത്തുകളിലൊക്കെ കൃത്യമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം വിശ്വാസത്താലുള്ള നീതീകരണം, നിയമത്തിൻ്റെ പങ്ക്, ക്രിസ്തുവാകുന്ന ശരീരം അത് സഭയാകുന്നു എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ യുഗാന്തത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ഐക്യത്തോടു കൂടി ഈ കത്തുകളിൽ നമുക്ക് കാണാം. ഇനി സഭാചരിത്രത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നുള്ള ബാഹ്യമായ തെളിവുകൾ നമ്മൾ പറയുമ്പോൾ ആദ്യകാലം മുതൽ തന്നെ സഭയിൽ ഈ കത്തുകൾ സ്വീകരിക്കപ്പെട്ടിരുന്നു. പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈ ദൈവിക ഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമായിട്ട് പഴയ നിയമ ഗ്രന്ഥങ്ങളോടൊപ്പം തന്നെ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങൾ അന്ന് എഴുതപ്പെട്ടിരുന്നതുകൊണ്ട് അതിനെ ഈ ഗ്രന്ഥങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ റോമിലെ ക്ലെമൻ്റ് 95 ക്ലെമൻ്റ് ഈ കത്തുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അന്ത്യോക്യയിലെ ഇഗ്നേഷ്യസ്, പോളികാർപ്പസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സഭാപിതാക്കന്മാർ ഈ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിൽ നിന്ന് തങ്ങളുടെ പ്രസംഗങ്ങൾക്കും ഉപദേശങ്ങൾക്കും കാര്യങ്ങൾ അല്ലെങ്കിൽ വാക്യങ്ങൾ എടുത്തിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവനിവേശ ഗ്രന്ഥങ്ങളെ പറ്റി നമ്മൾ അല്ലെങ്കിൽ ദൈവനിവേശിതമായ ഗ്രന്ഥങ്ങളെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ കാനോൻ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ദൈവനിവേശിതമെന്ന് സഭ കരുതുന്ന ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ്, കാനോനെ പറ്റി നമ്മൾ പഠിച്ചായിരുന്നു. ഈ കാനൻ മാർഷൻ്റെ കാനനകത്തിൽ, അതുപോലെ തന്നെ മൂറട്ടോറിയൻ കാനനകത്തിൽ ഏകദേശം AD 140 AD 170 ഈ കാനനുകളിൽ പൗലോസ് ശ്ലീഹായുടെ 10 കത്തുകൾ മാർഷൻ്റെ കാനനിലും, അതുപോലെ തന്നെ മാർസിയോൻ്റെ കാനനിലും, അതുപോലെ തന്നെ പൗലോസ് ശ്ലീഹയുടെ 13 കത്തുകൾ മൂറട്ടോറിയൻ കാനനിലും അല്ലെങ്കിൽ ആ രേഖയിലും നമ്മൾ കാണാൻ കഴിയും. അപ്പോൾ കാനോനികമായിട്ട് ഈ കത്തുകൾക്ക് അംഗീകാരം ലഭിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ ഔദ്യോഗികമായ പട്ടികകളായ കോഡെക്സ് വത്തിക്കാനുസ്, കോഡെക്സ് സൈനക്കെറ്റിസ്, കോഡെക്സ് അലക്സാൻഡിനസ് എന്നിവയിലെല്ലാം ഈ പൗലോസിൻ്റെ ലേഖനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദൈവനിവേശിത ഗ്രന്ഥങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐറേനിയസ്, തെർത്തൂലിയൻ, ഒറിജിൻ, അത്തനാസിയോസ്, അഗസ്റ്റിൻസ് തുടങ്ങിയ സഭാപിതാക്കന്മാർ ഈ കത്തുകൾ പൗലോസ് എഴുതിയതാണെന്ന് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഭാപരമായിട്ടുള്ള അല്ലെങ്കിൽ സഭാചരിത്രത്തിൽ ഈ കത്തുകൾക്കുള്ള സ്ഥാനം മനസ്സിലാകുന്നതുകൊണ്ട് ഇവ പൗലോസ് ശ്ലീഹ എഴുതിയ കത്തുകൾ എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് ഇത് പൗലോസ് ശ്ലീഹ എഴുതിയ കത്തുകളായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഇനിയും ഈ കത്തുകളുടെ ചരിത്രപരമായതും സാംസ്കാരികമായ അനുയോജ്യത വെച്ചുകൊണ്ട് തന്നെ ഈ കത്തുകളിൽ ആദിമ ക്രൈസ്തവ സഭ നേരിടേണ്ടി വന്ന യഹൂദ വിജാതീയ സംഘർഷങ്ങൾ, മതമർദ്ദനം, റോമൻ സാമൂഹിക ഘടന, അതുപോലെ തന്നെ ഗ്രേക്കോ റോമൻ അല്ലെങ്കിൽ ഹെലനിസ്റ്റിക് സാഹിത്യ രചന, പ്രസംഗ അവതരണ രീതിയൊക്കെ ഈ കത്തുകളിൽ ഉപയോഗിക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ പുരാവസ്തു ഗവേഷണത്തിൽ നിന്ന്, അതുപോലെ മറ്റ് ചരിത്ര സ്രോതസ്സുകളിൽ നിന്നും ഈ കത്തുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് പൗലോസ് ശ്ലീഹ എഴുതിയെന്നുള്ള രീതിയിൽ സമർത്ഥിക്കുന്നതായ കാര്യങ്ങൾ അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ കത്തുകൾ എഴുതപ്പെട്ടു എന്നുള്ളത് കൊണ്ടും പൗലോസ് ശ്ലീഹയുടെ പേര് ഈ കത്തുകളുടെ പേരിൽ അനുയോജ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടും ഈ കത്തുകൾ പാരമ്പര്യമായിട്ട് പൗലോസ് ശ്ലീഹയുടെ രചനകളായിട്ട് നമ്മൾ കാണുന്നു. ഈ കത്തുകളെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ ഇവിടെ
അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഈ ഒരു ക്ലാസ്സും ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ആമുഖ ചർച്ചകളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നതാണ്.